ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ചെറിയ അനിയൻ വന്നിരുന്നേ. അപ്പം അമ്മ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചിക്കനെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെന്താ ഇട്ടത് വീണ്ടിട്ടോ നോക്കട്ടെ. ചിക്കൻ മസാല ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കട്ടോ. ഒരു ഉമ്മ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത്. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണമെന്നുള്ളൂ. എനിക്ക് ഒന്നാമത് എല്ലാം കുക്ക് ചെയ്യും, പക്ഷെ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ ഐഡിയ ഇല്ല. അപ്പം ഉമ്മ ഉണ്ടാക്കാറുള്ളത് ഇവിടെ. അപ്പോൾ അത് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഉമ്മ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ടാ. ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എണ്ണയിൽ സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് പൊരിച്ചെടുത്തിരുന്നിട്ടാ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു ഇത് വെച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് അതിട്ടിട്ട് നന്നായിട്ട് വാട്ടുക. നന്നായി വാട്ടി കഴിഞ്ഞിട്ട് ചിക്കന് പൊരിച്ച എണ്ണ തന്നെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. അതിലേക്ക് സവാള ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഒന്നൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിരുന്നേ. പിന്നെ അത് ഇവിടെ വാങ്ങിച്ചിരുന്നു, പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു അതിൻ്റെ പേസ്റ്റ്. അപ്പോൾ അത് വാങ്ങിച്ചത് അതിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തക്കാളി ചേർത്തിട്ട് തക്കാളി കുറച്ചൊരു 2-3-4 തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, 2 ടീസ്പൂൺ ഇട്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അത് തക്കാളി കുറച്ച് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ, എന്നാലേ നല്ലോണം ആയി കിട്ടുള്ളൂ, ഒന്ന് വെന്ത് ശരിയാവുള്ളൂ. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉമ്മ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിയില ചെറുതായിട്ട് ചെറിയ പീസാക്കി മല്ലിയില ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനില്ലേ, ആ പൊരിച്ച ചിക്കൻ അതിലേക്ക് ചേർക്കുക. നമ്മൾ ഈ മസാലയ്ക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനും മസാലയും കൂടി ഒരു 5 മിനിറ്റ് എന്നിട്ട് അടിച്ച് വേവിക്കണം കേട്ടോ, എന്നാലും ആ ചിക്കനക്കൊന്നും ആ മസാലക്കൊന്ന് പിടിക്കുള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ ഉമ്മ ചേർത്തിരുന്നത് നമ്മളെ ഗരം മസാലേൻ്റെ പൊടി കുറച്ച് ചേർത്തു. അത് നന്നായിട്ട് ചേർത്തിട്ട് പിന്നെ അതിന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം പറഞ്ഞിരുന്നു ഉമ്മ. അപ്പോൾ അത് വരെ ഒന്ന് അടച്ച് വേവിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അടച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് അത് തെളിഞ്ഞ് വന്നത് അതിലേക്ക് പിന്നെ കുറച്ച് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അത് പിന്നെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല, ഇത് മാത്രം തന്നെ മിക്സാക്കി വെക്കുക. പിന്നെ മിക്സാക്കി വെച്ചിട്ട് പിന്നെ അമ്മ ചോറ് അരി വേവിക്കുമ്പോഴേ വെള്ളത്തേക്ക് വലിയ ജീരകവും ഏലക്കായും പിന്നെ ഉപ്പും ക്യാരറ്റും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അരി വേവിക്കുക. അരി നന്നായിട്ട് ഊറ്റി വെച്ചിട്ടാ. എന്നിട്ട് പിന്നെ ചിക്കൻ്റെ മസാല ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുറച്ചുകൂടി മല്ലിയില ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ വേവിച്ച ചോറില്ലേ അതിടുക കേട്ടോ. ഇട്ട് നന്നായിട്ട് ഒക്കെ എല്ലാ സൈഡും ഒക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ക്യാരറ്റും മല്ലിയിലയും പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ മറ്റേ നട്സും മുന്തിരിയൊന്നും ഇല്ലേന്ന് കേട്ടോ, അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കിയതായിരുന്നു അമ്മ, അവന്ന് പോവല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ വേഗം ഉള്ള വെച്ച് കണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കട്ടാ. നെയ്യൊരു 3 സ്പൂണ് 4 സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ബാക്കിയുള്ള ബാലൻസ് വന്നിട്ടുള്ള അരിയും കൂടി ഇട്ടിരുന്നു. എന്നിട്ട് പിന്നെ നന്നായിട്ട് ദമ്മിട്ടിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ദമ്മിട്ട് സെറ്റ് ചെയ്ത് വെക്കുക.